കൊന്നിച്ചോ മിനസാണ് നമ്മുടെ നാനോ മെഷിന്റെ സീസൺ 2ന്റെ എപ്പിസോഡ് 16ലേക്ക് അഥവാ ചാപ്റ്റർ ആയുള്ള 324ന്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നാനോ മെഷിന്റെ ഒരു കിണ്ണം കാഴ്ച എപ്പിസോഡായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസറ്റ് എന്ന സീരീസും നിങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് മറക്കരുത്. ബിക്കോസ് നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത സീരീസിൽ വെച്ച് റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസറ്റ് ആണ് ഏറ്റവും മികച്ചത്. അത് ഞാൻ ഉറപ്പ് തരികയാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് ആൻഡ് ഇത് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങിയേക്ക്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് തന്നെ ആ ടൈം പെട്രോളില് അവന്റെ കൈ അങ്ങോട്ട് അറുത്ത് കളഞ്ഞിരുന്നല്ലോ. ഹലോ, എന്റെ കൈ. ഇതേ സമയത്ത് അവന്റെ സൂര്യലുള്ള നാനോസ് പറയുകയും ചെയ്യും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്രിക്കോഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന്. അല്ല, കയ്യോ? അപ്പോ ആങ്സിസ്റ്റേഴ്സ് ടൈം പെട്രോൾ ഒരു ഏജന്റിന്റെ കൈ അറുത്ത് മാറ്റിയോ? ഇതേ സമയം അവന്റെ കഴുത്തിന് കയറി ഇവൻ കുത്തിപ്പിടിച്ചു. ബാക്കിയുള്ളവർ എല്ലാരും അവ പറയും ചെയ്യും, അനങ്ങിപ്പോയിട്ട് നീ അനങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെ വെടിവെക്കും. പക്ഷേ ആര് കേൾക്കാൻ? ഇതേ സമയത്ത് എല്ലാ ഫയർ ആംസും നമ്മുടെ ഇയോൺചിയോന്റെ നേരെ ലോക്കായത് നാനോ മിഷിന് മനസ്സിലായി. ആൻഡ് അതേപോലെ തന്നെ ഗാറ്റ്ലിനിയം സ്യൂട്ട് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് നാനോ ചോദിക്കുന്നുണ്ട്. വേണ്ട, ഇപ്പൊ ചെയ്യണ്ട, സൂക്ഷിക്കണം. അവനെ കണ്ടിട്ട് മുറിമിൽ നിന്നൊരാളാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് അവൻ അനങ്ങിയ ഉറപ്പായിട്ട് കൊന്നു കളഞ്ഞേക്ക്. അല്ല, ടൈം പെട്രോളിലെ ആദ്യത്തെ ഓർഡർ എന്ന് പറയുന്നത് തന്നെ പാസ്റ്റുള്ള ആരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നാണ്. പക്ഷെ ആദ്യം തന്നെ അവർ കൊല്ലാണല്ലോ പറയുന്നത്. അല്ല, ഹിസ്റ്ററി ചേഞ്ച് ആകും. മേ ബി ഇവർക്ക് വ്യക്തമായി തന്നെ അറിയാം ഇപ്പൊ ഉണ്ടാകുന്ന ഫ്യൂച്ചർ അത് എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇവരുടെ ബ്രാഞ്ചിനെ അത് അഫക്ട് ചെയ്യത്തില്ലെന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇതേ സമയത്ത് ഇയാണവന്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. നീയൊക്കെ ആരാണ്, എന്താണ് വേണ്ടതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി തന്നെ അറിയാം. ഇനി ആരെങ്കിലും ഇവിടെ അനങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും എൻ്റെ കൊണ്ട് മരിക്കുന്നതായിരിക്കും. നാശം, ഇവനൊരു ഭ്രാന്തനാണെന്നാണ് തോന്നുന്നത്. അവനൊരു മാർഷൽ ആർട്ടിസ്റ്റ് അല്ലേ? പക്ഷെ എന്നിട്ടും അല്ല, എടാ വെയിറ്റ് ചെയ്. ഇതേ സമയം അവനോട് ഇയോൺചേട്ടൻ്റെ തല നോക്കി അങ്ങോട്ട് ലോക്ക് ചെയ്തു. എന്നിട്ട് ചന്നം പിന്നാൻ കുറേയധികം അറ്റാക്സ് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അവൻ നിർത്തില്ല, വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരുന്നു. ഇത്ര മതി, നീ ചാകുമെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവൻ ഞെട്ടിത്തരിച്ചു പോയത്. കാര്യം അവിടെ തന്നെ ഇയോൺചിയാൻ നിപ്പുണ്ടായിരുന്നു. ആ പൊടി പടലങ്ങളൊക്കെ ഒന്ന് മാറിയപ്പോഴാണ് അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ആ ഒരു കാഴ്ച അവർ കണ്ടത്. ലിറ്ററലി അവൻ ചെയ്ത ഓരോ അറ്റാക്സും മിഡ് എയറി ഇങ്ങനെ സ്റ്റോപ്പായി നിൽക്കുന്നു. അടുത്ത സെക്കൻഡിൽ അവനവൻ്റെ കൈയും നനക്കിയതിട്ട് ആ ബുള്ളറ്റ്സ് എല്ലാം അതിനേക്കാട്ട് സ്പീഡിൽ നിരത്തിരിച്ച് അവൻ്റെ ശരീരത്തോടെ കയറി ഇറങ്ങി അവനങ്ങോട്ട് കൊന്ന് കളഞ്ഞു. ഇല്ല, ആ സ്യൂട്ട് അത് ബുള്ളറ്റ് പ്രൂഫാണ്. അതിലുപരി ഇതാണോ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്? ഇത് ശരിക്കും ഇമ്പോസിബിൾ ആണ്. M32 എന്ന് പറയുന്നത് ഒട്ടും തന്നെ റീകോയിൽ ഇല്ലാത്ത, അതും 120 മീറ്റർ പെർ സെക്കൻഡ് ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫയർ ആമാണ്. അതുമാത്രമല്ല അതിന്റെ കൈനറ്റിക് എനർജി തന്നെ 3500 ജൂളാണ്. പക്ഷേ എന്നിട്ടും ഇതെങ്ങനെ? കുറച്ചധികം മാർഷൽ ആർട്സിന് ഇത് ഡോഡ് ചെയ്യാനും അതുപോലെ ബ്ലോക്ക് ചെയ്യാനും പറ്റും. എന്നാൽ ഇത്ര അടുത്ത് നിന്ന് ഇവൻ 12 മീറ്റർ പോലും ഇല്ല. ഈ അകലത്തിൽ നിന്ന് അവൻ എങ്ങനെയാണ് അതെല്ലാം നിന്നെ സ്റ്റോപ്പ് ചെയ്തത്? ഞാൻ നിന്നോടൊക്കെ പറഞ്ഞതാണ് അനങ്ങിപ്പോകരുതെന്ന്. അല്ല, നീ ആരാണ്? നീ മുറിമിൽ നിന്നുള്ള ഒരാളാണോ? നാശം, ഇതൊട്ടും നല്ലതല്ല. അദ്ദേഹം ടൈം പെട്രോൾ ഒരാൾ കൊന്നിരിക്കുന്നു. ആൻസിസ്റ്റർ ഓടി രക്ഷപ്പെടുന്ന പറഞ്ഞപ്പോ പെട്ടെന്ന് ഡയർ ടച്ച് ചെയ്യേണ്ട കഴുത്തിലേക്ക് അവൻ ചവിട്ടി. എന്നിട്ട് അവൻ എന്തോ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അത് ഇയോൺചിയോനെ കേൾക്കാൻ സാധിക്കുന്നില്ല. അടുത്ത സെക്കൻഡ് തന്നെ അവരുടെ സ്യൂട്ടിൽ എന്തോ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തു. അവർ ഡിഫറെന്റ് സൗണ്ട് ഫ്രീക്വൻസിയിൽ സംസാരിക്കാൻ തുടങ്ങി. വീണ്ടും ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഇവന് അത് കേൾക്കാൻ സാധിച്ചു. ഗൈസ്, എല്ലാവരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആയിക്കോ. ഇതേ സമയത്ത് അവരെല്ലാരും കൂടെ ലിറ്ററലി മാഞ്ഞുപോയി. അപ്പോ ഈ ഇറയിലെ മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് ശരിക്കും ഇംപ്രസീവ് ആണ്. അല്ല, ഇവനെ മനുഷ്യനെങ്കിലും വിളിക്കാൻ പറ്റുമോ? ജെയിംസ് പറയുന്നേക്ക് ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഷീൽഡ് യൂസ് ചെയ്ത് നീ എങ്ങനെയെങ്കിലും ബാക്കിലേക്ക് മാറാൻ നോക്ക്. ആ, എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് അവന്റെ പുറകിലെ പോക്കറ്റിൽ കൈയിട്ട് ആ ഒരു ഇലക്ട്രിക് ഷോക്ക് അങ്ങോട്ട് അടുപ്പിക്കുന്നുണ്ട്. അത് ഇയോൺചിയോന്റെ നേരെയാണ് അടിച്ചത്. എന്നാൽ അവൻ നോക്കിയപ്പോഴാണ് ശരിക്കും അത്ഭുതപ്പെട്ടു പോയത്. അവന് ഒരു കൂസൽ പോലും ഇല്ലായിരുന്നു. ഇതെങ്ങനെ സാധ്യമായി? 1000ഓളം വോട്ട്സ് ആണ് അവന്റെ ശരീരത്തിലേക്ക് ഇപ്പൊ പാസ്സായത്. എന്നിട്ടും അവൻ എന്താണ്? അത് കൊള്ളാം. ഇങ്ങനെയാണോ നിങ്ങൾ ഒരാളെ കറണ്ടടിപ്പിക്കുന്നത്? എന്ത്? അടുത്ത സെക്കൻഡ് ഇയോൺചിയോൻ അവന്റെ കറണ്ട് നേരെ അവന്റെ ശരീരത്തിലേക്ക് വന്ന് പതിപ്പിച്ചു. ലിറ്ററലി നാനോ മെഷീൻസ് ഉള്ള അവന്റെ സ്യൂട്ട് കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആയിപ്പോയി. ആ സമയത്താണ് ഇയോൺ ഒരു കാര്യം കേട്ടത്. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ തിരിഞ്ഞു നോക്കി അതങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. അതൊരു പർട്ടിക്കുലർ ബുള്ളറ്റ് ആയിരുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ ഞെട്ടി. കാര്യം ഇയോൺചിയോന്റെ ട്രൂ ക്യൂവിനെ അത് പെനിട്രേറ്റ് ചെയ്തു. ആ ഒരു അറ്റാക്ക് അതിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് നേരെ നിലത്ത് വന്ന് പതിച്ചു. അല്ല,
എൻ്റെ ട്രൂ ക്യൂ ബാരിയറിനെ അത് ഡിസ്ട്രോയ് ചെയ്തത് മാത്രമല്ല, അവരെ വിളിക്കുന്ന ബുള്ളറ്റ്സ് എന്ന് പറയുന്ന സാധനത്തിന് ഇത്രയധികം ഫോഴ്സ് ഉണ്ടല്ലേ, അത് ഞാൻ വിചാരിച്ചാലും പവർഫുൾ ആണ് മാസ്റ്റർ. അതാണ് സൂപ്പർ വൈബ്രേഷണൽ ബുള്ളറ്റ്സ്. അത് യൂസ് ചെയ്തുകൊണ്ട് എനർജി ഫീൽഡ്സ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, എത്ര എൻഹാൻസ് ആയുള്ള ഡിഫെൻസീവ് ബാരിയേഴ്സ് ആണെങ്കിലും അത് ഹൈ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് അതിനെ മറികടക്കും. ഹോ, അങ്ങനെയാണോ? അതെന്തായാലും കൊള്ളാലോ. അപ്പോൾ ഇവിടെ അവരുടെ ഫുൾ പവർ യൂസ് ചെയ്തിട്ടില്ലല്ലേ? അല്ല, അവൻ ആ ബുള്ളറ്റ് ഡോട്ട് ചെയ്തോ? അത് ലക്കാണെന്നാണ് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യ്, എല്ലാവരും റെഡി ആയിക്കോളൂ. യൂണിറ്റ് 1 എല്ലാവരും സൂപ്പർ വൈബ്രേഷണൽ ബുള്ളറ്റ് യൂസ് ചെയ്ത് ഫയർ ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവരെല്ലാവരും മാഞ്ഞിരുന്നുകൊണ്ട് തന്നെ അതങ്ങോട്ട് ഫയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇയോൻസിയുടെ തലയുടെ നേരെയാണ് വന്നത്. എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കുറച്ചധികം അറ്റാക്സുകൾ അവിടേക്ക് കയറി വന്നു. ലിറ്ററലി അവരയച്ച ആ ഒരു വൈബ്രേഷണൽ ബുള്ളറ്റ് രണ്ടായിട്ട് അറുത്ത് കളഞ്ഞു എന്ന് തന്നെ പറയണം. ആർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അല്ല, ഈ കാണുന്നത് അതെന്താണ്? സത്യം പറഞ്ഞാൽ ഇയോൻസിയൻ അവന്റെ ക്യു സോഴ്സിനെ അതേ ഫ്രീക്വൻസിയിൽ തന്നെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ബുള്ളറ്റ്സിനെ എല്ലാം തന്നെ കൗണ്ടർ ചെയ്തു. നിങ്ങളുടെ സഹായമുള്ളത് കണ്ട് തന്നെ ഞാൻ പുതിയൊരു കാര്യം പഠിച്ചു. ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. എന്ത് പഠിച്ചെന്നോ? അപ്പോൾ ഇതാണല്ലേ ഒരു ഏൻഷ്യൻ ചൈനയിലെ മാർഷ്യൽ ആർട്ടിസ്റ്റ്. ഈ ടൈമിൽ അതേ ഫ്രീക്വൻസിയിൽ തന്നെ അവൻ ആ സോഴ്സിനെ വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ പറഞ്ഞതല്ലേ ഒരാളിടും അനങ്ങിപ്പോകരുതെന്ന്. അത് പറഞ്ഞപ്പോൾ തന്നെ അവർ അട്ടിമുടി ഒന്ന് വിറച്ചുപോയി. എല്ലാവരും ഷീൽഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഇയോൻസിയൻ ആ അറ്റാക്ക് അങ്ങോട്ട് ചെയ്തിരുന്നു. ലിറ്ററലി അവിടെ ഉണ്ടായിരുന്ന പലരുടെയും ശരീരത്തിന്റെ അകത്തൂടെ ആ ഒരു ക്യു സൂട്ട്സ് കടന്നു കയറി അവരെ എല്ലാവരും അങ്ങോട്ട് കൊല്ലാൻ തുടങ്ങി. ലിറ്ററലി ഒരു മാസക്കർ തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഇവനെങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റെൽത്ത് മോഡ് കാണാൻ സാധിക്കുന്നത്? ഈ ടൈമിൽ ഒറ്റ നോട്ടത്തിൽ അവിടെ ആരുമില്ലായിരുന്നു. എന്നാൽ ഞാനോടെ സഹായമുള്ളത് കാരണം തന്നെ ക്ലിയർ ആയിട്ട് ഇയോൻസിയന് അവരെ വ്യക്തമായി കാണായിരുന്നു. VR മോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനി 9 ഹോസ്റ്റൽസ് കൂടെ ബാക്കിയുണ്ട്. ഞാനോ റിയലി താങ്ക്സ്. നീ കാരണം എനിക്ക് വ്യക്തമായി തന്നെ എല്ലാവരെയും കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് നാനോ മെഷീന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.